Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர், with me my husband வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். இவன் என்ன மந்திரம் போட்டு வரான் வரும்போது ஏதோ பிரேயர்ஸ் மந்திரம் தான். என்ன அந்த விரல வெட்டினாங்களா அதுவா சம்பவம் இருக்கு அப்ப. இவங்களுக்கு வந்தா மட்டும் ரத்தம், மற்றவங்களுக்கு வந்தா தக்காளி சட்னியா தானே. காது இருக்கும்போது நல்லா இருந்துச்சு அவருக்கு. എനിക്ക് പോകാൻ സമയമായി. എങ്ങോട്ട്? ഞാൻ ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സ്വപ്നം കണ്ട് തുടങ്ങിയുള്ളൂ. ചിറക്കിലെ പടനായകനെ സുഖിക്കാനല്ല ഞാൻ എന്റെ യാത്ര തുടങ്ങിയത്. അറിയാം, ചെമ്പൻ പറങ്കയെ പിടിക്കണം, കണക്ക് തീർക്കണം. പക്ഷേ ആ പിസറായി പിടിക്കുന്നത് ഈന്തട ചുട്ടു തിന്നുന്ന പോലെ എളുപ്പമോ? വഴി തെളിക്കാനുള്ള ഇര ഇവിടെ ഉണ്ടല്ലോ, ആ പിസറോയുടെ മകൻ, അവനെ കൂടെ കൂട്ടണം. കേളു, ഇപ്പൊ നിന്റെ കൂടെ ഉള്ളത് ഒരു കുതിര. ഇവിടത്തെ പടനായകനായി ഇരുന്നാൽ 100 കുതിര. അത് വേഗം കൂട്ടും. ബുദ്ധി കാട്ടു, ഇവിടെ തന്നെ നിക്കി. തൻ കാര്യം നോക്കാൻ ഇവിടുത്തെ തന്തത്തമ്പുരാനെ തൊഴുതു നിൽക്കുന്ന പുതിയ പഴക്കം പഠിപ്പിക്കാണോ നീ? കച്ചവടക്കാരനായി വന്ന കടൽ കൊള്ളക്കാരനെ തുറത്താൻ ഈ കച്ചവടക്കാരന്റെ ബുദ്ധി തന്നെ നല്ലത്. വേട്ടക്കാരന്റെ ബുദ്ധിയല്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് ബുദ്ധി. നീ വരുന്നെങ്കി വാ, തടവറ തകർക്കണം, അവനെ പുറത്തെടുക്കണം. എങ്ങനെ? ஒரு நம்மளால வர இடம்லாம் ஃபைட்டு தான். இப்பதாம்மா காப்பாற்றிட்டு இருந்தோம் ஒன்று. ചുറ്റാട മറന്നു വെച്ചത് തിരിച്ചെടുക്കാൻ വന്നാണോ? നിന്നോട് പറഞ്ഞതല്ലേ തിരിച്ചു പോയിക്കോളാൻ. ഇടമുള്ളിടത്തേക്ക്, ഇഷ്ടമുള്ളിടത്തേക്ക്. ഇഷ്ടമുള്ളവർ ഇവരാണ്. ഇനി ആകെ ബാക്കിയുള്ളത്. അയ്യോ, ഈ പെഞ്ചിനോട് കാട്ടിയത് കണ്ടോ? ആ തുമ്പമില്ലാത്തവൻ ചെറിയമ്പ്രാൻ പിന്നിക്കളഞ്ഞു. പെണ്ണിന് 6 വയസ്സെന്നോ 60 വയസ്സെന്നോ ഭേദമില്ല അല്ലടാ അസുര പരിശകളെ. அவன் வந்தப்பே அந்த பொண்ணை தான் டார்க் பண்ணா. ഇവിടെ നിന്ന് നീ മറിച്ചില്ലായിരുന്നെങ്കിൽ ഓലോ തിന്ന് അന്തിക്കിടക്ക പറ്റാൻ ഒരാണും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ചെങ്കായ്, ഇവളുടെ ശരി വേറെ, നമ്മുടെ അരി വേറെ. ഇടപെടരുത്. പെണ്ണിനോടും പിഞ്ചിനോടും പിഴ ചെയ്തവരോട് ഒരു കാലവും അച്ഛനോட വാക്ക്. അടുത്ത പെരുന്നാൾ എന്നെ കാണിക്കില്ലാന്ന് ഉറപ്പിച്ചു തന്നെ. പെരുന്നാൾ അടുത്ത ഫംഗ്ഷനുக்கு നീ എന്നെ இருக்க விட மாட்டேன் தானே. അറിയാതെ ചെയ്തു പോയ പഴയുടെ പങ്ക് തിരുത്തണം എനിക്ക്. നീ ഒരു മറ തീർക്ക് മാറ്റാനായി ഒരു കാവൽ കണ്ണും പിടിക്കാത്ത ഒരു കരിമറ. அப்பா இவனுங்களும் அவனுங்களை இதே தானப்பா சொல்லி போராடிட்டு இருக்கானுங்க. அவனுங்க கூட ஃபைட் பண்ணி அப்ப இவனுங்களுக்கு அவனுங்களுக்கு என்ன வித்தியாசம்? இதே தான் அவனுங்க வந்து பண்ணிட்டு போறாங்க. நீங்க அவனுக்கு மேல வந்து போர் பண்ணணும்னு சொல்லிட்டு இருக்கீங்க. என்ன அவன் திறனோட போறான்? இதே இது பிளான் தான்ப்பா. ஓகே பசே. ஓய்யோட கருப்பாக்கிட்டு இருக்காங்கப்பா. எதுக்கு? வெளில விளையாட்டு இருந்தா வெளில போனா கண்டுபிடிச்சிருவாங்கல்ல. அதுக்கு ஃபர்ஸ்ட் இவன் ட்ரெஸ்ஸை மாத்தணும். எங்கடா ஓடுறான்? தப்பிச்சு போ சொன்னா வேணா இங்க நடத்தோரன்னு வரனே வளைஞ்சு பிடிக்கே. இவங்க டிஸ்ட்ராக்ட் பண்றாங்கப்பா. ஓகே, அங்க அவங்கள தப்பிக்க வைக்கிறதுக்கா? Stoppa. വലത് വീത് വെച്ച് ഒട്ടടി അമർന്ന് വലത് കൈക്ക് നോക്കി ഇടത് കൈക്ക് നോക്കി വഴിന്ന് അമർന്ന് സുളിന്ന് നിവർന്ന് കൈ നിവർത്തി പിടിച്ച് ഒട്ട അടിന്ന്. ஓ, இப்பதான் பிரபுதேவா ஃபைட் காட்ட போறாங்க. அங்க பாரு நித்யானா. ஆஹா, வீராதி வீரன் சொல்லிட்டு செய்யறாருப்பா அவரு. சவுண்ட் பத்தியா? யானை பலம் அப்படின்ற மாதிரி. Tu pagarás por esto. Tu hora va a llegar. Lembra, tu hora
Vashiga. உனக்கு இருக்கடான்னு சொல்லிட்டு போறான். ஐயோ ജാലി ആയിട്ടാரு. മല്ലയുദ്ധ പ്രവീണ. അറക്കലെ പെൺകുട്ടത്തെ തുറന്നു വിട്ട് കൊലവിളിച്ച് വരികയായിരുന്നു എസ്തപ്പ. നിന്റെ കൂടെ ഉള്ളവനെവിടെ? കാവലെന്നെ ഏൽപ്പിച്ച് ചെങ്കായി മാടാക്കി പോയി. ആ തക്കൻ ഒരു എല്ലാத்தையும் കണ്ടുപിടിച്ചിട്ടാ പറ്റിയാ. കഴിവുള്ളവനെ ഇവിടെ അംഗീകരിക്കായിരുന്നിട്ടില്ല ഒരിക്കലും. ഇവനും ഇനി കാവലാൾക്ക് മേലാണ്. പടവാളും പട്ടും കൊണ്ടുവരൂ. അവനെ ഒരു ആള് കൊണ്ടുവന്നു. എസ്തപ്പാനെ പെരുങ്കാവലിട്ട് ഭാനുവിന്റെ വലിയ ശാലയിലേക്ക് മാറ്റണം. കടന്നു കളഞ്ഞ പെണ്ണുങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയാൽ അവിടുന്ന് അന്വേഷിച്ചു വരാൻ നിൽക്കുന്ന മാപ്പിളാരുടെ എണ്ണം കുറയും. 10 പടത്തലവന്മാരുണ്ടായാലും തമ്പുരാന് കഴുത്തൊന്നേ ഉള്ളൂ. ഓർത്തോ? ശരി ശരി. അല്ല நல்லா இருக்கு. നേടി അല്ലേ? അകത്ത് പുരയിലും മിക്കരയുണ്ട്. വിശക്കണ്ട. കുറ്റിമാച്ചി താഴെയിട് പെണ്ണമ്മേ, പെണ്ണുങ്ങളാ എന്റെ കൂടെ. ഈ സമയത്ത് ആറ് കിടന്നത് എങ്ങനെ കുഞ്ഞിക്കലോ? അമ്മക്കൈ പിടിച്ച് നീന്തി. അറക്കലെ പെണ്ണുങ്ങളാ. കൂട്ടത്തിൽ ചെറുതിനൊരു ഉപദ്രവം പറ്റിയിട്ടുണ്ട്. വേണ്ടത് ചെയ്തോണം. ഉടയോന്മാര് വരും വരെ ഇവിടെ നിൽക്കട്ടെ. ഇനി അതല്ല പോകണമെന്നാണ് പറയുന്നതെങ്കിൽ തടുക്കണ്ട. പോട്ടെ. அவங்க அம்மாட்ட வந்து விட்டுட்டு போறாரோ? இல்ல இது தனியா மறைச்சு இருக்கேன். அது தெரியலண்ணா. இதுக்கு பாகுபலிக்கு முன்னாடி பாகுபலி சொன்னேன். இங்க பாரு. ஓஹோ യോപ്പാ തമ ചെയ്യുന്നത്. കലി അടങ്ങിയില്ലേ? മഹത്തായത് എന്തോ ചെയ്തു എന്ന് നീ കരുതണ്ട. എന്റെ ഉള്ളിൽ തോന്നാത്ത നന്ദി വാക്ക് നാവിൽ വരുത്തി പഴക്കവും ഇല്ല. കലി അടങ്ങിയില്ലേ കന്നി? തല അറക്കണം ആ ചെറിയ ബ്രാൻഡെ. അറക്കൽ ഐഷ വെള്ളിയാങ്കല്ലിൽ മാനം രക്ഷിക്കാൻ 9 പറങ്കികളെ ഒറ്റയ്ക്കരിഞ്ഞിട്ട പെണ്ണ്. കൊണ്ടെത്തിച്ചിടം നല്ലിടമെന്ന് നീ പറഞ്ഞത് നേരെ. ഉரிமை എടുത്തിട്ടാங்க. എന്റെ കൂടെ വിശ്വസിച്ചു വന്ന പെണ്ണുങ്ങളുടെ മാനം കാക്കാൻ എനിക്കൊരു ആയുധം വേണം. அவங்கள்ட்ட வெப்பன் இல்லைன்னு ஒரு வெப்பன் எடுத்துட்டாங்க. எப்படிப்பா காமெடி பீஸாவும் இருக்கு. செம்ம ஃபைட் கூட இருப்பாடா. പവിത്രക്കെട്ടുള്ള ചിറക്കൽ പടവ ഒന്ന് എനക്കും കിട്ടി. ഞാനും പടനായകനായി. മക്കൻ തറയിൽ കേട്ടത് ഓരോന്നും സത്യമാവനല്ലോ കേളു. അവരെവിടെ? നെയ്നിറയാറ് കടത്തി പുത്തൂരെത്തിച്ചു. കുറച്ചുനാൾ അവിടെ തങ്ങട്ടെ. കാവൽ പണം വാങ്ങുന്ന ലോകരുടെ കണ്ണെത്താതെ സൂക്ഷിച്ചോളണമെന്ന് മൂപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയവനോടെ. എസ്തപ്പാനോ നടുമുറ്റത്ത് ഇടിച്ചിട്ടപ്പോ ചേനിച്ചേരിക്കുറിപ്പ് ഇടപെട്ട് രക്ഷിച്ചു. ഭാനുവിക്രമന്റെ അറയിൽ അടച്ചിട്ടിരിക്കുക. പെരുങ്കാവലും വെച്ചു. അവനെ കൈവിട്ട് കളഞ്ഞത് അബദ്ധമായല്ലോ ബാലി. അല്ലാവുണ്ടെ കാരുണ്യം കരുത്. നിന്റെ മൂക്കിന് താലെ കിടക്കുന്ന അവനെ വേണ്ടി നിന്റെ പൊന്നുറുമയുടെ പയറ്റുവട്ടത്തിലേക്ക് നീ തേടുന്ന ആ വാസ്കോ പിസറായി വരും. അതുവരെ നീ എങ്ങോട്ടും പോവാതെ ഞാൻ ചുട്ടിപ്പൊടിച്ചുള്ള. എവിടെ എവിടെ ചെങ്കായി? അറക്കച്ചയിൽ ഉരുമി ഒളിഞ്ഞിരിക്കുന്നല്ലോ. വരും വഴി വള്ളുടം വീണുപോയോ? അതോ വീണത് ചെങ്കായി തന്നെ? വഴിതെറ്റിപ്പോകാത്തൊരു മണിസർപ്പമാണത്. എന്നിലേക്ക് സ്വയം വന്നോളും. ഊരി കൊടുത്തെന്ന് പറഞ്ഞാ മതി. ഉരുമി കൊടുത്തു. ഇന്നലെ കണ്ട അവക്ക് എന്നൊന്ന് തൊട്ടു നോക്കാൻ കൂടി സമ്മതിച്ചില്ലല്ലോ ഇത്ര കാലം. ഇവര് തൊടവി വിടാൻ വാങ്ങി കൊടുത്തിട്ടാரு. ഉരുമി മാത്രമേ കൊടുത്തുള്ളോ അതോ ചങ്കും കൊടുത്തോ? പ്രശ്നമാണ് പ്രശ്നമാണ് ഇത് പ്രശ്നമാണ്. செம அன்னிச்சா இருக்காருப்பா அவரு. ചെങ്കായി പ്രശ്നമാണ്. அங்கேயா சொல்றேன். இங்க பாரு. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്റെ പുതിയ പടനായ്ക്കന് ചിറക്കന് എന്താ പ്രശ്നം? ഇതും പ്രശ്നമാണ്. What is this? ഇങ്ങോട്ടിരിക്കൂ. இங்கோட்டு வாங்க. வந்துட்டார்பா. ஓ புரியா வித்தியாசமா வராது. വയറിൽ എന്തെങ്കിലും ചെന്നാലേ തലയിൽ എന്തെങ്കിലും കേറും. തീറ്റ കൊടുക്കും. Vocês tentando me matar, bastardos. അവനെ കൊല്ലാൻ നോക്കുവാണോന്ന്. അമിഗോസ് നവോ എനിമിഗോ. ஓ அவர் அந்தனால தான் அந்த பொசிஷன்ல இருக்காரு. லாங்குவேஜ் தெரிஞ்சதுனால.
കോൺഫിയമ്മിം വിശ്വസിക്കെന്നെ. Now confio en ninguém. Vocês não estão escola e não ocorreu morto gama. ചമ്മാക്കിങ് അവര് തികട്ടിയില്ല. പൊടി കടങ്ങാൻ പോർത്തുഗീസിൽ പറഞ്ഞത് വരലണ്ട. ഈ ജാതിക്ക് കൊന്നു തിന്നാനാ കമ്പം. ആരെയും കൊല്ലും, എന്തിനേയും തിന്നും. അതായിരിക്കും. ഇവന് നമ്മുടെ ഭാഷ മനസ്സിലാവില്ലേ? കണ്ടിട്ട് അറിയാമെന്ന ഭാവം കാണിക്കുന്നില്ല. ഇവന്റെ തന്തപ്പറങ്കിക്ക് ശേഷം വന്ന കുത്തിഞ്ഞോ, അൽമൈദ, അൽബുക്കർ, സുവാരസ് ரொம்ப நாளா இங்க இருந்தாரு. அதனால பேசிட்டு മലയാളം പറയുമായിരുന്നു. ഇതിവനുള്ള അവസാനത്തെ കഞ്ഞിയാണ്. തീറ്റ കഴിഞ്ഞങ്ങ് തൂക്കിക്കൊന്നേക്ക് വെളുത്തേ നന്നായിട്ട് മലയാളം മനസ്സിലാവും. Bastardo. ബസ്റ്റാർഡോ, നീ ഒരു നല്ല നടനല്ല. നിന്റെ നാട്യം കൊണ്ട് എന്നോട് കാര്യവുമില്ല. ദുവാർത്തെ മെനസസ് എന്ന വൃത്തികെട്ട പറങ്കി നായുടെ ദുർബല ഭരണം കൊണ്ട് പൊറുതിമുട്ടിയപ്പോ സാക്ഷാൽ ഗാമയെ, നിന്തിരുവടിയായ വാസ്കോഡ ഗാമയെ മലയാള മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ അപേക്ഷിച്ചത് ഞാനും കൂടി ചേർന്നാണ്. എന്നെക്കാൾ ഇഷ്ടം ഇപ്പോൾ പെരുമ്പടപ്പിലെ ഉണ്ണിരാമനോട്. അത് വേണ്ട, നിന്നെ എസ്താവിയോട് ആ ഗാമയെ ഞാൻ രക്ഷിക്കാം. പകരം ഇവനെ, ഭാനുവിക്രമനെ പറങ്കി പ്രധാനിയാക്കണം. ഗാമ നേരിട്ട് വരണം ഇവിടെ. Bom, deixa-me. Vou conseguir. Vocês quiseram. എന്താ പറഞ്ഞേ? തുറന്നു വിടണമെന്ന്. അങ്ങനെ വിട്ടാ നമ്മുടെ കാര്യം നടക്കില്ല. അപായവും ചെയ്യും. ഡബിൾ ഗെയിം ആടിയിട്ട് இருக்காரോ? സമയം വരട്ടെ സ്ഥാപിയോ. തക്ക സമയത്ത് അല്ല, ഇവർക്കും മലയാളം കുറച്ച് ചെയ്യേണ്ടത് പുരിയും. ചെയ്തിരിക്കും. ഇവൻ ഭാനുവിക്രമൻ, നിന്റെ ചങ്ങാതി. ഫ്രണ്ട് Bastardo. Bastardo. കേട്ട് വാർത്ത சொல்றாப்பா. ഇല്ലാത്തവനെ എന്നാണ് ബെസ്റ്റാഡോടെ അർത്ഥം. അമിഗോസ് നൗ എനിമിഗോസ് അങ്ങനെ പറയൂ. Amigos? അമിഗോസ് അമിഗോസ് നൗ എനിമിഗോസ്. No. Amigos. 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 ഐഷ, ഇനിയും കൈയിണങ്ങി വരാത്തൊരു ഇടച്ചിലുണ്ടല്ലോ ഈ ഉറുമിക്ക്. അന്യന്റെ കയ്യിൽ വഴങ്ങി പഴക്കമില്ല അതിന്. അനുസരണയില്ലാത്തവയെ അടക്കിയാണ് ശീലം. ഇത് ഖലീഫയുടെ മുറിച്ചാട്ടയല്ല. യാത്രയ്ക്കുള്ള ഒരുക്കം കഴിഞ്ഞു. ഓരെ കത്തിച്ചു കളഞ്ഞിട്ട് പൊന്നാരം പറഞ്ഞ് തിരിച്ചയക്കുന്നു. ഈ രണ്ടച്ചി വിളയാട്ടം നിർത്ത്. ഇനി കാവൽ ചുമതല എന്റേത്. റാണി എന്ന് വിളിച്ചിടം ചാമ്പലാക്കിയ ലഹളയ്ക്ക് കാരണം നീ. അവരെന്നപ്പാ பண்ணாரு? ആ അറബിച്ചിയെ കൊല്ലാൻ വന്നതായിരുന്നില്ല ഞാൻ. പിടികൂടിയ പറങ്കിയെ തിരക്കി തന്ത പടകൂട്ടി വരും. അതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അത് തടയാൻ നിന്റെ ചെറുക്കലെ പണം പറ്റി പടക്കെ ആവില്ല. ഒരു പടയും കൂട്ടുവരുമെന്ന് കണ്ടല്ല ഞാൻ വേട്ടയ്ക്കിറങ്ങിയത്. എതിരിടുന്നത് പിസറോയി എന്നൊരാളെ മാത്രമല്ല. യുദ്ധം അത് ജയിക്കാനുള്ളതാണ്, ഭയക്കാനുള്ളതല്ല. അഹങ്കാരം മാറ്റിവെക്ക്. തരാൻ എന്റെ കയ്യിൽ പടയില്ല. പകരം ഒരു വാക്ക് മാത്രം. കരുത്ത് നേടണം. അതിന് ഗ്രാമങ്ങളിലേക്ക് പോണം. ഉള്ളിൽ തീ പുകയുന്ന ആൾക്കാരെ കൂടെ കൂട്ടണം. കൂടെ കൂടെ ഈ ഐഷ്യമുണ്ട്. അറക്കൽ പടയിൽ എന്നോട് കൂറുള്ള ഓരോ ജീവനുമുണ്ട്. ചോദിക്കാത്ത ഈ സഹായം എന്തിന്? കൊത്തുവാളിന്റെ മകന്റെ യാത്രയിൽ ഇനി ഞാനും ഉണ്ട് കൂട്ട്. ஓ, அவருக்கு தெரிஞ்சிருச்சு போல இருக்கு. കൊത്തുവാളിന് அவங்க அப்பா தானே? എങ്ങോട്ടുള്ള പടയോട്ടമാണ്? പടയോട്ടം ഒന്നല്ല, ചെങ്കായൊപ്പം മാടായിലേക്ക്. മാടായി കാവലേച്ചെ കണ്ട് പൈമ്പായി ഷേക്കിനെ വന്നിച്ച് ഒരു നല്ല കാര്യം തുടങ്ങി വെക്കാൻ ഇറങ്ങുക. പെണ്ണുങ്ങളെക്കാൾ കഷ്ടാണല്ലോ ഈ ചങ്ങാതിയോടൊപ്പം കൂടി ഒട്ടി നടക്കല്. ചെങ്കായി പറഞ്ഞത് ശരിയാ. പറയാനില്ലാതിടത്ത് പറയാതിരുന്നാൽ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കേണ്ടി വരില്ല. ഒന്നും പറയണ്ടായിരുന്നു. എന്താ എന്താ എന്താ? 8 വയസ്സ് മുതൽ കൂടെ കൂട്ടിയതവനെ. ഈ തീത്തെരിക്ക് ചെന്ന് ചാടുന്ന തുമ്പിയോടെ തരം. എന്ത് ഒട്ടല്ലെന്ന് പറഞ്ഞാലും ഓണൊരു നേരം. அவன் வேற ஏதோ അതിന്റെ കൂടെ നാനുമുണ്ട്. ഞാനും ഉണ്ട്. ഞാനും കൂടെ ഉണ്ടെന്ന്. എന്നെ കൂടെ കൊണ്ടുപോവോ പോകുന്നിടത്തേക്ക്? രാജാവിന് ഒപ്പമല്ലേ റാണി പോകേണ്ടത്. രാജാവാകുമല്ലോ. മുകളിലുണ്ട്. അയ്യോ, പാടി ഉപദ്രവിക്കല്ലേ. രാജ്യമുണ്ടെങ്കിലല്ലേ രാജാവുള്ളൂ. തട്ടകത്ത് ചിന്ന് നേര് പറഞ്ഞ് 4 ആളെ കൂട്ടണമെന്ന് ചെങ്കായുടെ പക്ഷം. യാത്ര പോയി വന്നിട്ട് പറയാം എപ്പോ എന്റെ കൂടെ വരണം. ஐயோ, செம ஷாட்லானா அது. വെമ്പിരിഞ്ഞ ചെറക്കലെ കൊത്തുവാള് കേളുനായനാറ് പുത്തൂരെത്തിയത് കൊത്തുവാളായിട്ടല്ല, കരം പിരിക്കാനുമല്ല, കടം ചോദിക്കാനാ. അരയെല്ലാം തമ്പുരാന് പോയി, ചപ്പൊക്കെ കിളിക്കും. ഇനി ഈ നാട്ടിൽ നിന്ന് എന്ത് കടം ചോദിക്കാനാ നയനാരെ? 10,000 വയലിൽ നിൽക്കണ മുഞ്ഞ മാത്രമുണ്ട്, നിങ്ങൾക്ക് തരാം. രണ്ടമ്മ ഒന്ന് കൂക്കി വിളിച്ചേ. ഏലനും വേലനും വരട്ടെ, നാട്ടാര് കൂടട്ടെ. பால் ஆட்டிடியூட் பத்தியா? இவர் பார்த்துட்டு இருக்காரு வேற. കടം ചോദിക്കാൻ വന്നത് പണമല്ല,
പടയ്ക്ക് ചേരാനുള്ള കൊരള. കോഴിക്കോട്ടെ കുന്നലക്കോൻ താമൂതിരിക്കും പെരുമ്പടപ്പിലെ ഉണ്ണിരാമക്കൊയിലനും വേണാട്ടെ തെക്കൻ കോലത്തിരിക്കും പറകമഴ്ത്തി പകരം വാങ്ങിയ വാരം പറ്റും പടയുണ്ട്. പകരം വീട്ടാൻ ആളുണ്ട്. എണ്ണയൊഴുക്കി തീ കത്തണ കൂടപ്പറപ്പുകളെ കൺമുമ്പത്ത് കണ്ടപ്പോ പുത്തൂരെ ഈ നാട്ടുപട കൂട്ടക്കരച്ചില് കൂടാൻ പോയി. തലച്ചെന്നോറ കുടുംബെ പിടിച്ച് കൊരലറുത്തപ്പോ തമ്പുരാന്റെ കൂലിക്ക് കരയാനും കൂസിയില്ല. പിന്നെ അവര് നമ്മുടെ കുടുംബം മുടിച്ചു. അപ്പൊ ചിലര് പേ പിടിച്ച് ചിരിച്ചു, പിന്നെ ചിലര് ചെറിയ ചാടി ചത്തു. എന്തിന്? പന്തലായനിക്കിപ്പുറം കടല് കിടക്കണേ, വായ്ക്കൈയും പൊത്തി തമ്മാനം കൊടുക്കണം പറങ്കിക്ക്. എന്തിന്? ചോദിക്കാൻ 4 ആളെ അയച്ചിട്ട് 4 ചിത കൂട്ടി കാത്തിരിക്കാൻ എല്ലാ നാട്ടിലും ഇത് പതിവാകും. കേളു വന്നത് കടം ചോദിക്കാന്. 1000-ൽ താഴെ ആളുള്ള പറങ്കിക്കൂട്ടത്തിന് ആള് കഞ്ചി വെച്ച് നേരിടാൻ കോപ്പുണ്ട് ഈ നാട്ടിന്. ഈ മണ്ണിലുണ്ടായവനാ ഞാൻ കടം ചോദിക്കുന്നു ഈ മണ്ണിനോട് തന്നെ. പറങ്കി പറഞ്ഞത് പാലിച്ചില്ലെങ്കിൽ കഴുമരം കയറ്റും. അത് അറിയില്ല ഇയാൾക്ക്. കൂലിക്ക് പാടണ ശരി തന്നെ, പക്ഷെ കണ്ണീരുണ്ണാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. എള്ളു നിറത്തി കറുത്തവനും ഉള്ളി ചങ്ക് നിറച്ച് ചോരയുണ്ടെങ്കിൽ ഈ കേളുവിനൊപ്പം വാ. പറങ്കിയെ തച്ച് പടി അടയ്ക്കുന്നതിനിടെ ഉയ്യന്റെ നായനാരെ എന്ന് വിളിച്ച് ആരവം കയറ്റി കൂടെ പോരാടാൻ 1000 കൈകളെ കടന്താ. இந்த மலையாளம் ஸ்லாம் கொஞ்சம் கஷ்டமா இருக்கு. மேபி பியூரா இருக்குமோ? பியூர். നെഞ്ചുറച്ച് ചുവട് വെക്കുന്നവനെ തൂക്കിലേറ്റാൻ നമ്മുടെ അമ്മയുടെ മാറിൽ കുത്തി ഇറക്കിയിരിക്കുന്ന ഈ അറുകൊല പാഴ്മരം ഇനി ഇവിടെ വേണ്ട. அந்த தங்கச்சனோட அந்த ஃபேமிலி யாரு சார்? அந்த மாதிரி இருக்கு. ஏன்னா இவரும் அந்த மாதிரி தான், இவர் மட்டும் தான் இருக்காரு பாரு அந்த குரூப்லயே அந்த மாதிரி கேட்டது. ஹீரோ ஹீரோயின் ரொமான்ஸ் விட இவங்க 2 பேரும் ரொமான்ஸ் தான் ஜாஸ்தியா இருக்கு. தோ அந்த ஆட்டிடியூட். இந்த படத்துல ரொம்ப கிராண்டிசமா ஏதோ காட்டலாம். கிராண்டா இருக்குல்ல. എനിക്കൊരു ബാധ്യതയായിരുന്നുവെന്ന് ഒരു ചരിത്രവും പറയരുത്. ഏയ് വരപ്പ് തുടരട്ടെ. വീടോടെ പിടിച്ചെടുക്ക്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നവരാണ്. പറങ്കി വിരോധം കാരണം കഷ്ടത്തിലായ സുറിയാണികൾ. അവസരം കൊടുത്താൽ ഇവർക്ക് നമ്മളോടൊപ്പം ചേർന്ന് കച്ചവടം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. മാധേവോസ്, യോസെഫ്. തമ്പുരാൻ സഹായിച്ചാൽ അതിന്റെ സ്മരണ ഞങ്ങൾക്കെന്നും ഉണ്ടാകും. സ്മരണ കൊണ്ട് എന്ത് കാര്യം? ചുങ്കത്തിന് ഇളവ് കിട്ടിയ ലാഭത്തിന്റെ വിഹിതം ഇവിടെ എത്തിച്ചോളാം. ചേണിച്ചേരിയുടെ ഒന്ന് ആലോചിക്കാം. നന്നെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിൽ ഉറച്ചൊരു തീരുമാനമെടുക്കാൻ പരസഹായം തേടരുത് ഒരു തമ്പുരാനും. சரி சரி, அந்த மினிஸ்டர் அவன்கிட்ட ஒரு தடவை கேட்டுக்கலாம். കാര്യക്കാരെ ചെന്ന് കാണും. നന്ദി തമ്പുരാൻ. മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അറക്കലെ പെൺകുട്ടത്തെ രക്ഷിപ്പാൻ തടവറ ഭേദിച്ചത് ഞാനാണ്. അവരിപ്പോൾ സുരക്ഷിതരാണ്. പുത്തൂരുണ്ട്. ചെയ്തത് തെറ്റാണ് തമ്പുരാൻ. അത് തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അറക്കൽ അവര് നമ്മുടെ വിരോധികളാണ്. കേളു കോലോത്തെ എന്ത് പെരുമ. മൂപ്പിളമ്മ തർക്കത്തിൽ പണ്ട് സ്വത്ത് ഭാഗം വെക്കാൻ നേരത്ത് ഒരു അറബി തൊട്ട കഥയുണ്ടാക്കി നേർബെങ്ങളെ പടിയടച്ച് പുറത്താക്കിയ പൂർവിക പെരുമയോ? അതോ ചേരമാൻ നാടിന്റെ പെരുമാൾ തുടർച്ചയെ ഇസ്ലാമിന് നൽകേണ്ടി വരുമോ എന്ന് ഭയന്ന ക്ഷത്രിയ പെരുമയോ? ഭിന്നിപ്പ് അതിന് വേണ്ട തമ്പുരാൻ. നസ്രാണിയും മുസൽമാനും ഈ മണ്ണിൽ നമ്മളോടൊപ്പം ഇനി ഉറച്ചു നിൽക്കണം. പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചേണിച്ചേരി இவருக்கு அவனோட ஸ்ட்ரைட் ஃபார்வர்ட் தான் பிடிச்சிருக்கே. இங்க ஒரு சொல்லி முடிச்சதுக்கு அப்புறம் போட்டு அடிப்பாரு. இல்ல பிராக்டீஸ் கொடுத்துட்டு இருக்காரு. ஏய், அந்த தொப்பி நல்லா இருக்கு எனக்கு வேணும். ശ്രദ്ധിച്ചു സൂക്ഷിച്ചു. നിന്റെ വിള തിന്നാൻ വരുന്ന കാട്ടുപന്നിയാണവൻ. இப்போ பாரு ஃபுல் வைப். ஒரு படத்துல பத்தி இப்படி அடிக்கிறீங்களா? ஆக்சுவலி இவங்க ஃபேமிலில இருந்த ஆளுங்க தான் அரக்கல் ஃபேமிலி கூட்டம் போல. அந்த கதை புரிஞ்சுதா? இவங்க ஆயிஷா எல்லாம் இருக்காங்கல்ல, இவங்க ஃபேமிலி சேர்ந்தவங்க தான் போல. சொத்து பிரிச்சு தரணும்னு சொல்லிட்டு அவங்க ஏதோ ஓடி போயிட்டாங்கன்னு சும்மா சொல்லி தள்ளி விட்டாங்களாம். அப்புறம் அவங்க வந்து முஸ்லிம்ஸா மாறி இருக்காங்க. കലക്കമല്ല ചെടിച്ചേരി, കനക്കമാണ്. ஐயோ, அந்த സന്തോഷത്തിന്റെ കനക്കം. പോട്ടെ. എളുപ്പാന്ന് കരുതിയ മൂടത്വം മാറിയപ്പോ മുതല് മനസ്സമാധാനം എന്താന്ന് അറിഞ്ഞിട്ടില്ല. ജനുസിന് ബലമുള്ള 2 ആൺകുട്ടികള് കാര്യങ്ങൾ ചൊവ്വേ നടത്തി തുടങ്ങിയപ്പോ ഒരാഹ്ലാദം. ഇപ്പോ ഞാനൊരു നാടിന്റെ തമ്പുരാനാണെന്ന് സ്വയം തോന്നുന്നുണ്ട്. പറങ്കികൾ മണ്ണിൽ നാട്ടിയ കഴുമരങ്ങൾ പിഴുതെടുത്തപ്പോൾ മുറിച്ചു മാറ്റിയത്
ഓ எல்லா ஊர்லயும் வந்து தூக்கு இந்த மாதிரி அம்மா இது மாதிரி வச்சிருக்காங்க. ഒന്നിച്ചു നിൽക്കാൻ ഒരു നായകന്റെ മേൽ அதான் ஃபர்ஸ்ட் அவர் தள்ளி விடும் போது சொன்னாருன்னு நினைக்கிறேன். ഒന്നാം ചുവട്. இதுக்கப்புறம் யாரையும் இந்த மாதிரி மேலே ஏற்ற விடக்கூடாது சொல்லிதான் first தள்ளி விட்டாங்க. அப்படி ஆண்டுகிட்டு இருக்கானுங்க. അയ്യോ കണ്ണിന്റെ മണിയിൽ വിളർച്ചയുണ്ട്, ഒരു പാടലം. ഇത് നീ തമ്പുരാനായി വരുമ്പോഴേക്കും ധൃതരാഷ്ട്രരെ പോലെ കുരുടനാവുമല്ലോ. ആരായി ധൃതരാഷ്ട്രര്? ഒരു തമ്പുരാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുന്നോട്ടുള്ള വഴി പറങ്കി വഴിയാണെന്ന്. കണ്ണടച്ചു വെക്കൂ, ഇനി തുറക്കണ്ട. ഭാനു, പുത്തൂരിൽ നിന്നും വന്ന വാർത്തകളൊന്നും നിനക്ക് നല്ലതല്ല. പുതിയ പടനായകന്മാർ കേളുവും ആലിയും ഓടി നടന്ന ആൾക്കാരെ കൂട്ടുന്നുണ്ട്. വിരുത്തോട് തിരുത്തിയ കോയ്മക്കാര് കൂട്ടുന്ന പടയേക്കാൾ വലിയൊരു പെരുമ്പട. അവരുടെ ലക്ഷ്യം ചിറക്കല തമ്പുരാൻ പീഠമല്ലാതെ മറ്റൊന്നുമല്ല. ഓ, ഞാൻ എന്ത് ചെയ്യണം? ഭാനു, കാലിന് ഉയരം കുറഞ്ഞ പേറ്റുകെട്ടിലല്ല ചിറക്കല സിംഹാസനം. നിന്റെ അച്ഛൻ അറയിലടച്ച എസ്തപ്പാൻ എന്ന കോണി വഴി ഗാമയിലേക്ക്, നിന്റെ തമ്പുരാൻ പട്ടത്തിലേക്ക് നീ പോണം. அவரோட காரியத்தை இவனை வச்சு சாதிச்சுக்கிறாரு. இவரதான் சகுனி நிறைய வேலை பார்க்குறாரு. இவர் தான் சகுனி. அதான் அவர் 5 பேர் அனுப்பும் பொழுதே இவர் தான் சகுனின்ற மாதிரி காமிச்சிட்டாங்கல்ல. പിസ്രായ്, ഇപ്പൊ സമ്മാനമായി വന്നത് മകന്റെ ചെറുവിരല. ഇനി പടനീക്കമുണ്ടെന്ന് കേട്ടാൽ അവര് തലയരിഞ്ഞയക്കും. ഇത് ചെയ്തവന്റെ ചരിത്രം ഞാൻ എടുത്തു തരാം. டைமிங் கொடுக்குறாரு. സന്തോഷിക്ക്. അറക്കലെ അസീം പറങ്കികളെ വിട്ട് അള്ളാഭക്തനായി കൂറുകാട്ടി വന്നിരിക്കുന്നു. ആസ്കോ പിസ്രോയ് എസ്തപ്പാനെ വിടുവിക്കാൻ പറങ്കികളെ അയക്കുന്നുവെന്ന്. ബെമ്മിരിഞ്ഞ, നിന്റെ വിളവ് തിന്നാൻ വരുന്നു പറങ്കി പന്നികൾ. നേരിട്ടൊരു പട നയിക്കുന്നത് തന്റെ മകന്റെ ജീവൻ ആപത്താവുമെന്ന് ഉറപ്പുള്ള വാസ്കോ വിശ്വസ്തരായ ചില യോദ്ധാക്കളെ എസ്തപ്പാനെ രക്ഷിക്കാൻ നിയോഗിച്ചു. അവരെ പിന്തുണച്ച് പെരുമ്പടപ്പിലെ സൈനികരും കൂടെ ചേർന്നു. இவனுக்கு கண்ணு வச்சிருப்பானுங்களே. ஐயோ, ஓ கோடோ. வாங்கடா, நீங்களும் ஃபைட் பண்ணுங்கடா. அவங்களுக்கு புதுசுப்பா, அவங்க ஊருக்காரங்கப்பா. இவங்க தான் போராளிகள். துப்பாக்கி வேற பார்த்தோன்னா கொஞ்சம் பயந்துட்டாங்க. ஒன்றும் இல்லை, பனின்னு மட்டும் சொன்னா போதும் வந்துருவானுங்க. இந்த சீன் எனக்கு 2ஆம் உலக வைப் வருது ஒரு மாதிரி. மறுபடியும் பத்தியா? இருக்கடா, நானும் ஒரு ஆளை கொண்டு ஏப்பா. ഈ പന്നികളുടെ ശവമടക്കിന് പുത്തൂരെ നാട്ടുപടപാടുന്ന ഒപ്പീസ് പാട്ട് ചെന്ന് പറഞ്ഞു കൊടുക്ക. ഈ മണ്ണ് തുളയ്ക്കാൻ വിത്തിട്ട കളയെ വേരോടെ പിഴുതു തുടങ്ങിയിരിക്കുന്നുവെന്ന്. ஓ ஃபீலிங்ஸ். ஓ ஃபீலிங்ஸை முறைச்சிட்டு தான் சொல்லுவாங்க அவங்க. செம்ம வயசுல இந்த சிங்கருக்கு கொடுக்கு. மருந்து போட தான் கூப்பிட்டாங்களா அவங்க? തുടങ്ങുന്ന ശരീരത്തിൽ നിന്നും തുടൽ പൊട്ടിച്ച് ചാടാൻ കാത്തു നിൽക്കുന്ന വാസ്കോ എന്ന പഴയ വേട്ടച്ചനായിക്ക് മണം പിടിച്ച് പുറകെ വരാൻ കേളുവും അവന്റെ നാട്ടുപടയും കൊടുത്തയച്ചു. പറങ്കികളുടെ കഷ്ണങ്ങൾ.
அடுத்து எதையும் அனுப்பிச்சு விட்டுட்டு இருக்கானுங்க கூட. തൊലിയും പൊളിച്ചിരിക്കാൻ ഇനി സമയമില്ല. തമ്പുരാനെ മഹമ്മദിനും നായരാരും ചേർന്ന് പരാക്രമം കാട്ടി പാട്ടിലാക്കി. കൊച്ചിയിൽ വെറുതെ ഇരിക്കുന്ന നിന്റെ തന്ത വാസ്കോഡ ഗാമയ്ക്ക് വാർത്തയുമായി പട്ടന്മാരെയോ പട്ടക്കാരെയോ അല്ല ഞാൻ അയക്കാൻ പോകുന്നത്. സാക്ഷാൽ ഉപരാജാവിനെ, ഈ ഭാനുവിക്രമനെ. Vou ajudá-lo. E conseguirá o que vocês quiserem. Está bien. Dê isto ao meu pai. Pau. E vocês serão o rei. Pau. വൗ എന്ന് പോർച്ചുഗീസിൽ പറഞ്ഞാൽ പോ എന്നാണ് അർത്ഥം. Amigos. Inimigos. Now enemigos. Inimigos. யாருப்பா அவன்? எடுப்பார் கை. இளவரசர். ഗാമയുടെ മുന്നിലെത്തുമ്പോ വിറയരുത്, മന്ദഹസിക്കണം. മന്ദഹസിക്ക്, മന്ദഹാസം. ഇങ്ങനെ ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു ഭാഷ. നീ ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങണം. ആറ്റിങ്ങൽ റാണിയുടെ വിശ്വസ്ത കൊല്ലംകോട്ടക്ക അഥവാ കൊച്ചിക്കാളി പെരുമ്പടപ്പിലേക്ക് നിനക്ക് തുണ വരും. ചേണിച്ചേരി വരുന്നില്ലേ? കച്ചവടവും കപ്പലോട്ടവും നന്നായി നടന്നാലേ ഇനി ഈ രാജ്യത്തിന് മേൽഗതിയുള്ളൂ. ഭൂമി ഉരുണ്ടതാണെന്ന് കഴിഞ്ഞ ആണ്ട് അവര് കണ്ടുപിടിച്ച് കഴിഞ്ഞു. പറങ്കികളെ പറഞ്ഞയച്ചാലും അവര് തിരിച്ചു വരും. പോയി കാര്യം നടത്തി വിജയിച്ചു വാ. കൊല്ലംകോട്ടക്ക കൂടെ. ഇടപ്പള്ളി കലഹത്തിന് ശേഷം കോലത്തുടെ പെരുമാൾ വക ഇങ്ങോട്ടൊരു സന്ദർശനം നടാടെ. ആറാട്ടുമുണ്ടൻ. ചേണിശ്ശേരി പറഞ്ഞ ശരിയാ. ചെറിയമ്പുരാന്റെ നാവീന്ന് അനാവശ്യം വരൂ. ചിറക്കൽ ഭാനുവിക്രമൻ ഇരിക്കണം. തമ്പുരാനായിട്ടില്ല, ചെറിയമ്പുരാനാണ്. രൂപം തികഞ്ഞു. ഇനിയിപ്പോ തമ്പുരാനെന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. ഗാമ കലഹത്തിലാണ്. ഗോവ തൂക്കിലെത്തിയപ്പോഴേ വിസറോയ്ക്ക് ജ്വരം ബാധിച്ച് പാതിയായി. ഇപ്പോ മകനെ കുറിച്ചുള്ള അതിയും ഇങ്ങനെയൊക്കെ വന്ന് കലാശിക്കുമെന്ന് ആര് കണ്ടു? ഇതിനെ അപായപ്പെടുത്തിയിട്ട് കാര്യമില്ല വിസറോയി. അതാണ് ചേനിച്ചേരി കുറിപ്പ് ഇങ്ങോട്ട് നേരിട്ട് വരാത്തത്. ഇതിനെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം എന്നും ഞാൻ പറഞ്ഞു കൊടുത്തോളാം. വന്ന കാര്യം എന്താന്ന് പറയാൻ പായേ. நீங்க கடுதாஸ். இதை கூட இருந்து சொல்லி அனுப்பிச்சு விட்டானுங்களோ? அப்படின்னா அட்டாக் பண்றதோ? Amigo. பாய்களா, இவனை வச்சுதான்டா உள்ளூர்லயே பிரச்சனை இருந்தா அப்புறம் என்ன பண்றது? നിർത്തി. ഇനി നിന്റെ അച്ഛൻ തമ്പുരാൻ കറുപ്പ് തൊടില്ല. ചിറക്കല ഭഗവതിയുടെ മുഖത്തെ കറുപ്പാ മാറുന്നത്. നാട്ടുകാരുടെ തലവര തെളിഞ്ഞു. നന്നായി അച്ഛാ. മകരം മായും മുമ്പേ നിന്റെ മാറത്തൊരു താലി ഞാൻ കാണുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ പ്രപഞ്ചം വെറുപ്പിക്കോ? ക്ഷേത്രവാസ നല്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ മനസ്സിലൊരാളെ കണ്ടിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഒരു വീ. നീ പോയതൊന്ന് എടുത്തുവാ. പുതുവസ്ത്രം ധരിച്ചു വരുമ്പോ എന്റെ മനസ്സിൽ ആരാണെന്ന് പറയാം. തോന്നുന്നുണ്ട് ഒരാളെ. ഉടുപ്പ് മാത്രമേ ഉള്ളൂ, പണ്ടങ്ങളൊന്നും ഇല്ല. പോടുന്ന്. என்ன சார் பிஜிஎம் மாதிரி இதை போடுறாங்க? ഭാനു, യാത്ര പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ? ആപത്ത് കാപത്ത് കായ്ക്കുന്ന കാലവാ. ഇത് കണ്ടോ, 4 വർഷമായി നിങ്ങൾ പറങ്കിയോട് എരന്ന് നടന്ന കർദാസ് വെറും 4 ദിവസം കൊണ്ട് ഞാൻ നേടി. എന്ത് പറയുന്നിപ്പോ? ഈശ്വരൻ തന്ന കടലിലെ ചുങ്കം ചുമത്താൻ ആർക്കെന്ത് അവകാശം? ഇത് വാങ്ങിയെടുക്കാൻ ആരുടെ മുന്നിലൊക്കെ മുയൽ വേഷം കെട്ടി നീ. ഇത് തന്നവന്റെ തൊണ്ടക്കുടി തള്ളിന്റെ കർദാസ്. ചൂണ്ടുവിരൽ അത് വരയ്ക്കരുത്. ക്ഷണിച്ചേരി തമ്പുരാനെ. அட பைத்தியக்காரா, உனக்கே ஒண்ணும் தெரியாது. அவரை வச்சுதான் ஓடிக்கிட்டு இருந்தீங்க.
തെക്കിന്ന് എഴുന്നള്ളി വരുന്ന പറങ്കിപ്പടയ്ക്ക് 6 കടക്കാതെ ആവില്ല. நியூஸ் இப்போ தான் வருதுன்னு நினைக்கிறேன். എസ്തപ്പാൻ പെരുങ്കാവൽ പേടിച്ചു തമ്പുരാ. கொன்றதை கொண்டுட்டு ഇവിടുത്തെ കാവൽ ഭേദിച്ച് എസ്താവിയോ പറങ്കി രക്ഷപ്പെട്ടെങ്കിൽ ഇനി പെരുമ്പടപ്പിൽ നിന്നും ഗാമ പട നയിക്കും. ചിന്തിച്ചിരിക്കാൻ സമയമില്ല. അച്ഛൻ തമ്പുരാനുണ്ടായിരുന്നുവെങ്കിൽ പട കൂട്ടാൻ ഉത്തരവിട്ടേനെ. ദേശവാഴികൾക്കെല്ലാം പടയ്ക്കോലെ അയക്കണം. ചിറക്കലെ പട ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യൂ. അവരിനി നിന്നോടൊപ്പം ഉണ്ടാവില്ല. നീ നിന്റെ പട, കറുപ്പ് തീറ്റ് നീ കുറുപ്പ്, എല്ലാവരും ചേർന്ന് അയക്കോ കൂത്ത്. കാണാനോ കോർക്കാനോ വന്നതല്ല കേളു. തമ്പുരാനോട് കയർത്ത് സംസാരിക്കുന്നോ? കേറിയിരിക്കേ. ചേണിച്ചേരി, മണക്കാടൻ ഗുരുക്കളെ വന്നിച്ച് ആദ്യം ഇവനെ കൊണ്ടൊരു പൊട്ടന്തയും കെട്ടാൻ പഠിപ്പിക്ക്. എന്നിട്ട് മതി. നിനക്ക് എന്താ വേണ്ടത്? கொஞ்சம் புரிஞ்சு പറങ്കി പടയോട് എതിരിടണമെന്നോ? നീ ചെയ്യാൻ പോകുന്നതാണ് യഥാർത്ഥ രാജ്യദ്രോഹം. പറങ്കിയുടെ പടയ്ക്ക് നേരെ ഈ മണ്ണിലും ചെളിയിലും കിളച്ചു മാത്രം പരിചയമുള്ള ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ നിരത്തി ആ ചോര കുരുതി കൊണ്ട് നീ കഴുകിക്കളയാൻ ശ്രമിക്കുന്നത് എന്താണ്? സ്വാർത്ഥം. രാജാവിന് വേണ്ടത് രാജ്യം രക്ഷിപ്പാനുള്ള കടമയാണ്. നിനക്കുള്ളിൽ മായാതെ കിടക്കുന്ന ഒരു പെണ്ണുണ്ട്. സ്വർണ്ണ കൊതിച്ചിയായ കുശുമ്പുള്ള അടുക്കളപ്പുറത്ത് നിന്ന് ഏഷണി പറയുന്ന ഒരു പെണ്ണ്. അവളെ മോഹിപ്പിക്കുന്നത് പറങ്കി താലത്തിൽ വെച്ച് നീട്ടിയ ലക്ഷദ്വീപുകളുടെ അധികാരവും പദവിയുമാണെന്ന് എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് എന്റെ അച്ഛൻ പറഞ്ഞു നാടിനു വേണ്ടി കൂടെ നിൽക്കാൻ. അന്നും നീ പറങ്കിക്ക് വേണ്ടി ചരട് വലിച്ചു. എന്റെ അച്ഛനെ, ചിറക്കലെ കൊത്തുവാളനെ പിന്തുണയ്ക്കാൻ തുണപ്പടയില്ലാതെ പറങ്കിക്ക് കൊത്തിയെറിയാൻ വിട്ടുകൊടുത്തു. ഞാൻ സ്വാർത്ഥനാണെങ്കിൽ ഈ പടി ഇറങ്ങുമ്പോൾ എന്റെ മാറാപ്പിൽ നിന്റെ തലയിരുന്നേനെ. കണ്ണു തുറന്നു നോക്ക്. നമുക്കൊരു ശത്രു, ഈ നാടിന്റെ ശത്രു. പടയും പടക്കൂപ്പും എനിക്ക് വേണ്ട. എന്റെ ഉള്ളിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ കത്തിച്ച ഒരു തീയുണ്ട്. ആ പറങ്കി പിസറോയുടെ ചിത കൊളുത്താൻ എനിക്കത് മതി. தலை ஏறிக்கிறது கண்டு ஒரு போதுன்ற மாட்டிக்கிட்டே சமாட்டிங்களா ஜெகதி? ஆக்சுவலி எஸ்தப்பன் ஷூட் பண்ணிட்டு தப்பிச்ச மாதிரி காமிச்சிட்டாங்க இல்ல? அதனால தான் டவுட் வரல. Estavio. Estavio. Venganza. Sí, venganza. அதான் எனக்கு புரியல. இவங்களுக்காண்டி மத்தவங்க சாவலாம், ஆனா அவங்களுக்கு ஒரு சின்ன கீழே வந்து ரிவெஞ்ச் மோட் ஆயிடுறாங்க. തമ്പുരാട്ടി, അറവാതിൽ തുറന്നകത്ത് കയറാൻ തോന്നിയത് നല്ല നേരത്തായില്ലല്ലേ? തമ്പുരാൻ തീപ്പെട്ടു. മനസ്സുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ. അകമ്പടിയും ആർഭാടും ഇല്ലാതെ ഈ ഇരുടി പിടിച്ച അരയ്ക്ക് പുറത്തു വരണം. ഈ നാടിന് വേണം ചിറക്കളത്തെ യഥാർത്ഥ തമ്പുരാട്ടിയെ. തലയ്ക്ക് മീതെ നിൽക്കുന്ന അച്ഛൻ തമ്പുരാന്റെ ഉള്ളു പൊള്ളുന്നത് എനിക്കറിയാം. ചിത കത്തി വെള്ളച്ചാമ്പൽ മൂടും മുമ്പേ ആ തീ മിതിച്ച് പറങ്കിപ്പട കോലത്ത് കേറും. അവന്റെ തുപ്പാക്കി ഈ അറവാതിൽ പുറത്തുമെത്തും. അറിഞ്ഞുകൊണ്ട് ആ നെറികേടിന് കൂട്ടുനിക്കല്ലേ. തമ്പുരാനെ മരണപ്പെടുത്തിയത് ആരെന്ന് എനിക്കറിയാം. എന്തിനെന്നും അത് ചെയ്ത പാതിച്ചോര എന്റെ ഉള്ളിലുമുണ്ടെന്ന് ഓർക്കുമ്പോ தெரிஞ்சிருச்சு. മനസ്സ് ശരി എന്ന് തന്നെയാണ് പറയുന്നത്. അകമ്പടിയില്ല, ആർഭാടവും വേണ്ട. പറങ്കിക്ക് മുന്നിൽ തലകുനിക്കാൻ നിൽക്കുന്ന ഈ കൊട്ടാരത്തിൽ നിന്നും തര പറ്റാതെ നിൽക്കുന്ന നിങ്ങളുടെ തട്ടകത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. പടിക്കകത്തായാലും പുറത്തായാലും തമ്പുരാട്ടിക്ക് തുണയായി വരാൻ ഞാനുമുണ്ട്. തീപ്പെട്ട എന്റെ തമ്പുരാന്റെ തീരുമാനം അതൊന്നിനോടെ ഉള്ളൂ. ഈ കൈമളിൻ കൂറ്. கைமல் அவரோட ரைட் ஹேண்ட் மாதிரி. ஓகே, தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பார்ட்ல சந்திப்போம்.